വർഷങ്ങൾക്ക് മുന്നേ തന്നെ അമേരിക്കക്ക് പരമാധികാരം നഷ്ടപ്പെട്ടു. ഇസ്രായേലിന്റെ ബാക്കി 50 സ്റ്റേറ്റുകളും അമേരിക്കയിലാണ് എന്നുള്ള നിലക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. പണ്ട് ട്രംപിന്റെ തന്നെ ഭയങ്കര കടുത്ത അനുയായി ആയിരുന്ന ടക്കർ കാൾസൺ ഇപ്പൊ പറയുന്നത്. നമ്മുടെ നാട്ടിലേക്കുള്ള അർണബ് ഗോസ്വാമിയുടെ ഒക്കെ ലെവലില് അവിടെ US അങ്ങ് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു മഹാനാണ് ഈ പറയുന്ന ടക്കർ കാൾസൺ. ഇപ്പോൾ ടേൺ അടിച്ച് ട്രംപ് വിമർശകനാണ്. അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിനെയും ഈ യുദ്ധത്തിനൊക്കെ വളരെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഈ ടക്കർ കാൾസൺ. അപ്പൊ ടക്കർ കാൾസൺ ആണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ അമേരിക്കക്ക് പരമാധികാരം നഷ്ടപ്പെട്ടു. ഇസ്രായേലാണ് ഇപ്പോൾ അമേരിക്കയെ കൺട്രോൾ ചെയ്യുന്നത്. ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യാനോ ഇസ്രായേലിനെ നിലക്ക് നിർത്താനോ അമേരിക്കക്ക് സാധിക്കില്ല എന്നുള്ളതും കൂടെ ടക്കർ കാൾസൺ പറയുന്നു. കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ട്രംപിന്റെ അടുത്ത അനുയായി ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ് ഈ കാര്യം പറയുന്നത് എന്നുള്ളതാണ്. ഏറെക്കുറെ എല്ലാവർക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ട്. കാരണം എന്താ വെച്ചാൽ അമേരിക്കക്ക് സ്വന്തമായിട്ട് ചില തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ ഇപ്പൊ പറ്റില്ല. ഈവൻ അമേരിക്കയുടെ മാർക്കറ്റോ അമേരിക്കയിലെ ജനങ്ങളോ അത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടെ, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് പോലും അത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടെ, ആ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഇന്ന് അമേരിക്കയെ കൊണ്ട് സാധിക്കില്ല. ആ ആഗ്രഹങ്ങൾ ഇസ്രായേലിൻ്റെതും കൂടെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, ഈ കാര്യങ്ങളെല്ലാം അമേരിക്കക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോ മൊസാദും CIA ഒരുമിച്ച് പ്രവർത്തിച്ച് ഇപ്പൊ ഏറെക്കുറെ മൊസാദ് തന്നെയാണ് CIA എന്നുള്ള ലെവലിലും കൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോ ടക്കർ കാൾസൺ പറഞ്ഞ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതില് ഒന്നാമത്തെ പോയിന്റ്, ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ട്രംപ് ഈ യുദ്ധത്തിൽ പങ്കാളിയായത്. അത് സംഭവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ വെറുതെ ഊഹിച്ചു പറയുന്നതല്ല. ഭൂരിഭാഗം അമേരിക്കക്കാരെയും പോലെ എനിക്കും അതിൽ വലിയ അറപ്പ് തോന്നി. ഇതാണ് പറഞ്ഞത്. ടക്കർ കാൾസൺ നേരിട്ട് അനുഭവിച്ചു എന്നാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. അതായത് നേരിട്ട് കണ്ടതാണെന്നാണ് പറയുന്നത്. അതായത് ഇസ്രായേലിന്റെ സമ്മർദ്ദം കൊണ്ട്, ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ട്രംപിനെയും അമേരിക്കയെയും ഈ യുദ്ധത്തിലേക്ക് വലിച്ചയച്ചത് എന്നുള്ളത്. ഈ സമ്മർദ്ദം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയത് MOU സൈൻ ചെയ്തതിന് ശേഷം സംഭവിച്ചിട്ടുള്ള ചില ഡെവലപ്മെന്റ്സിലാണ്. കാരണം ഇസ്രായേൽ ആ MOUവിന് എതിരായിരുന്നു. ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടേയില്ല. അപ്പോ അതിനെ തുരങ്കം വെക്കണം. ആ തുരങ്കം വെക്കാനുള്ള പണി എങ്ങനെ ഇസ്രായേൽ എടുത്തു, ആ തുരങ്കം വെച്ചത് എങ്ങനെ വർക്കൗട്ടായി, വീണ്ടും ഇസ്രായേൽ ആഗ്രഹിച്ച പോലെ തന്നെ മാസീവ് ആയിട്ടുള്ള അറ്റാക്കിലേക്ക് അമേരിക്ക ഇറാന്റെ മേലെ പോയതും നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോ ഉപദേശിച്ച് ഇസ്രായേലിന്റെ സമ്മർദ്ദം കൊണ്ടും ലോബിയിങ്ങും കൊണ്ടാണ് അമേരിക്ക എന്ത് ചെയ്തേക്കുന്നത്, ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അമേരിക്കൻ ഡിസിഷൻസ് എടുക്കുന്നത് ആരാ? അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആണോ? അമേരിക്കൻ പ്രസിഡന്റ് ആണോ? അല്ലെങ്കിൽ പീറ്റ് ഹെഗ്സെത്ത് പോലെയുള്ള ഈ പറയുന്ന വാർ സെക്രട്ടറി ആണോ? അല്ലെങ്കിൽ JD വാൻസ് പോലെയുള്ള വൈസ് പ്രസിഡന്റ് ആണോ? അല്ല, അത് ബെഞ്ചമിൻ നെതന്യാഹു, ഇത്താമിർ ബെൻ ഗവീർ പോലെയുള്ള ഇസ്രായേലി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ആ തീരുമാനം എടുക്കുന്നത്. സ്വന്തം പരമാധികാരം നഷ്ടപ്പെട്ട് വേറൊരു രാജ്യത്തിന്റെ സാമന്ത രാജ്യമായിട്ടാണ് അമേരിക്ക ഇന്ന് നിലനിൽക്കുന്നേ എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി വേറെയും കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. മേഖലയിൽ ആധിപത്യം നേടുന്നതിനായി ഇസ്രായേൽ അമേരിക്കയെ ഉപയോഗിക്കുകയാണെന്നത് താൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ഈ യുദ്ധം അമേരിക്കക്കും ലോകത്തിനും തന്നെ ദോഷകരമാവുമെന്നും കാൾസൺ പറഞ്ഞു. അപ്പോൾ കാൾസൺ മുന്നറിയിപ്പ് നൽകി എന്നാണ് പറയുന്നത്. ഇനി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്കക്ക് പരമാധികാരം നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. CIA-യും മൊസാദും കഴിഞ്ഞ 60-ലേറെ വർഷങ്ങളായി ഒന്നിച്ച് ഒറ്റ സ്ഥാപനം പോലെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു ദുരിത ഫലം ഇന്ന് അമേരിക്ക അനുഭവിക്കുന്നുണ്ട്. അതായത് ലോകത്തിലെ ചാരപ്രവർത്തി നടത്തുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള പട്ടികയിൽ അമേരിക്ക തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടീമാണ് ഈ പറയുന്ന ഇസ്രായേലിന്റെ മൊസാദ് എന്ന് പറയുന്നത്. ട്രംപിന്റെ ബാത്റൂമിലടക്കം ഇവന്മാർ ക്യാമറയും മൈക്കോ വെച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന ഇത്രയും ബായി ചങ്കും ആയിട്ടുള്ള അമേരിക്കൻ ടീം ഇസ്രായേലിലോട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ ഇസ്രായേൽ അറേഞ്ച് ചെയ്യുന്ന ഏതെങ്കിലും ഹോട്ടലുകളിൽ വെച്ചിട്ടോ ഏതെങ്കിലും റൂമിൽ വെച്ചിട്ടോ ഒഫീഷ്യൽ കാര്യം അവർ സംസാരിക്കത്തേയില്ല. ഈവൻ ബാത്റൂമിൽ പോലും അവരത് സംസാരിക്കില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല,
അവിടെ നിന്ന് അവരെ തിരിച്ചു വരുന്ന സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ഫോണുകളോ ലാപ്ടോപ്പുകളോ സിസ്റ്റങ്ങളോ ഒന്നും തന്നെ അവർ ഉപയോഗിക്കില്ല. ചൈനയിലേക്ക് ഇവർ എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത്, ചൈനയിലേക്ക് പോകുന്ന സമയത്ത് എന്ത് പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നത്, സെയിം തന്നെയാണ് ഇസ്രായേലിന് ഉപയോഗിക്കുന്നത്. അപ്പൊ എത്രത്തോളം ഉണ്ട് വിശ്വാസം എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ മൊസാദും CIA ഒരുമിച്ച് 60 വർഷം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CIA സകല ഗുണാണ്ടറുകളും ആരുടെ കയ്യിലുണ്ടാവും? മൊസാദിന്റെ കയ്യിലുണ്ടാവും. ഇനി എളുപ്പമായില്ല കാര്യങ്ങള്. വളരെ ഈസി ആയിട്ട് അമേരിക്കയെ ട്രാപ്പിലാക്കാം, അമേരിക്കയെ പറഞ്ഞു പറ്റിക്കാം, അമേരിക്കയെ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏത് വിധത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള അവസ്ഥയാണെന്നുള്ളതാണ്. ഇനി ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അത് 2003 ഇറാഖ് അധിനിവേശത്തെ കുറിച്ചാണ്. 2003 ഇറാഖിനെതിരെയുള്ള അധിനിവേശം ന്യായീകരിക്കുന്നതിനായി സദ്ദാം ഹുസൈന്റെ പക്കൽ കൂട്ടനാശകാരികളായ ആയുധമുണ്ടെന്ന വ്യാജ രഹസ്യാന്വേഷണ വിവരങ്ങൾ അമേരിക്കക്ക് നൽകിയത് ഇസ്രായേലാണെന്നും സമാന രീതിയിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖാംനെയെ വധിക്കുന്നത് ഇറാൻ സർക്കാരിന്റെ വീഴ്ചയ്ക്ക് വഴിവെക്കുമെന്ന കള്ളം ഇസ്രായേൽ ട്രംപിന് വിറ്റയച്ചതെന്നും കാൾസൺ പറഞ്ഞു. അതായത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സദ്ദാം ഹുസൈന്റെ കയ്യിൽ ഈ പറയുന്ന മാസ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സദ്ദാം ഹുസൈനെ ഇല്ലാണ്ടാക്കി. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന വിനാശകരമായിട്ടുള്ള ആയുധങ്ങൾ ഇറാൻ ഉണ്ടാക്കും. അതുകൊണ്ട് ആയത്തുള്ള അലി ഖമനീനെ കൊന്നു കഴിഞ്ഞാൽ ഇറാന്റെ റെജിമിനെ മറിച്ചിടാമെന്നും ഉള്ള ഉപദേശം ട്രംപിന് ഇസ്രായേൽ നൽകിയത് എന്നും കൂടെ പറയുന്നേ. അപ്പോൾ നമ്മൾ ചരിത്രം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ അമേരിക്ക മിഡിൽ ഈസ്റ്റിലും അതേപോലെ തന്നെ പല രാജ്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇടപെടലുകളുടെ ഒക്കെ പിന്നിൽ ആ രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് ഭീഷണിയായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സിറിയ ആണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ അതേപോലെ തന്നെ ലെബനോൻ ആണെന്നുണ്ടെങ്കിലും, ലിബിയ ആണെന്നുണ്ടെങ്കിലും, അഫ്ഗാനിസ്ഥാൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കുറച്ച് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ ഇസ്രായേലിനെ എഗെയിൻസ്റ്റ് ആയിരുന്നു എന്നുള്ളതും കൂടെ കാണാം. അപ്പൊ തങ്ങൾക്കെതിരായിട്ടുള്ള ശത്രുക്കളെ ഇല്ലാതാക്കുക, അതിനു വേണ്ടിയിട്ട് അമേരിക്കയെ യൂസ് ചെയ്യുക, മിലിറ്ററി ജയന്റിനെ യൂസ് ചെയ്യുക എന്ന് പറയുന്ന തന്ത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ എപ്സ്റ്റീനെ വെച്ചിട്ടും മറ്റ് പല പരിപാടികളും വെച്ചിട്ട് ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആര് സെറ്റ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ സെറ്റ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ പരമാധികാരം നഷ്ടപ്പെട്ടിട്ട് ഇസ്രായേലിന്റെ സാമന്ത രാജ്യമായിട്ട് നിൽക്കുന്ന സാമന്ത രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. ആ ഡൊണാൾഡ് ട്രംപിന് ഇതല്ലാണ്ട് ഇനി ഒന്നും ചെയ്യാനും പറ്റത്തില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്.